students, we are proceeding division problems. 76 divided by 2. 76 divided by 2. നമ്മൾ ഇന്നലെ കാണിച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതാണ് ഡിവിഡൻഡ്, ഇത് ഡിവൈസർ. അപ്പോൾ ഡിവിഡൻഡിലെ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക 7 ആണ് ആദ്യത്തെ ഡിജിറ്റ്. 7ലെ 2 ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. 7ൽ 2 ഉണ്ടോ? 7 വലിയ നമ്പറാണ്, ഇത് ചെറിയ നമ്പറാണ്. അപ്പോൾ ഈ വലിയ നമ്പറിൽ ഈ ചെറിയ നമ്പർ ഉണ്ട്. 7ൽ 2 ഉണ്ട്. എത്ര ടൈംസ് ആണ്? 2ൽ 2 1 ടൈം, 4ൽ 2 2 ടൈംസ്, 6ൽ 2 3 ടൈംസ്, 8ൽ 2 4 ടൈംസ്. നമ്മൾ നോക്കുക ഇവിടെ 7 എന്ന് പറയുന്നത്, ഈ 7 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 1 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 1 1 അങ്ങനെ എഴുതിയാൽ 7 വരെ നമുക്ക് എഴുതാം. 7 1s എഴുതാം. അതിനകത്ത് ഓരോ 1നെയും നമുക്ക് കൊടുക്കാം, ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, മൈനസ് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ടാണെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ട് ഈക്വലായിട്ട് 1 1 1 അങ്ങനെ 7 1 കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ 2 ആയിട്ട് നോക്കുകയാണ്. 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 2 2 2ഉം 2ഉം 4ഉം 2ഉം 6 ആയിട്ടുള്ളൂ. നമുക്ക് 7 വേണം. അപ്പോൾ 7 ആവണമെങ്കിൽ ഇനി ഒരെണ്ണം കൂടെ ബാക്കി. 2ഉം 2ഉം 4ഉം 2ഉം 6 പ്ലസ് 1 7. അപ്പോൾ തുല്യമായിട്ട് ഈ 7നെ നമ്മൾ 2 വെച്ചിട്ട്, ഇവിടെ 2 എന്ന് എഴുതിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് അർത്ഥം. 1 ആണെങ്കിൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 1 അല്ല പറഞ്ഞു, 1 ആണെങ്കിൽ എളുപ്പമാണ്. ഇതിപ്പോൾ 7നെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7ൽ നിന്ന് ആദ്യത്തെ 2 പോയി, രണ്ടാമത്തെ 2 പോയി, മൂന്നാമത്തെ 2 പോയി. അപ്പോൾ ഈ 2's ഒക്കെ തുല്യമായിട്ട് 2 2 2 തുല്യമായിട്ട് 3 ആൾക്ക് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 2 പറ്റില്ല. ബാക്കി 2 ആകുമ്പോൾ 2 4 6 8 വരിക. ഇവിടെ 8ലുള്ള 7 അല്ല. അപ്പോൾ 2 4 6 കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണമാണ് ബാക്കി വരിക. ഇത് തിയറിയാണ്. 7നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള തിയറിയാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞത്. 2ഉം 2ഉം 4ഉം 2ഉം 6ഉം 1 7. 2 ആയിട്ട് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈക്വലായിട്ട്. 7ൽ നിന്ന് ഒരെണ്ണം ബാക്കി വരും. ഇത് തിയറിയാണ്. ഈ തിയറി പ്രകാരം നമുക്ക് ഇത് നമ്മുടെ ഡിവിഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്, കൺഫ്യൂസിങ് ആയിട്ട് വരും, ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പോൾ അത് നിങ്ങൾ തിയറി മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടേബിൾ നോക്കി ചെയ്താൽ മതി. അതായത് 7ൽ 2 ഉണ്ടോ? 7ൽ 2 ഉണ്ട്. എത്ര ടൈംസ് നോക്കുക? 1 2 2 2 2 4 3 2 6 4 2 8. നമുക്കിവിടെ 6 കിട്ടി. 3 2 6 4 2 8. 6ഉം 8ഉം ആണ്. 7 ഇവിടെ വന്നിട്ടില്ല. ശരിക്കും വരികയാണെങ്കിൽ ഇവിടെ 7 വരേണ്ടതാണ്. നമുക്ക് 7 ആണ് വേണ്ടത്. ആ 7 6ഉം 8ഉം വന്നിട്ടുണ്ട്. 7 ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. ഇവിടെ ലൈനില്ല, ടേബിളിന് ലൈനില്ല. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഈ 7 എന്നുള്ളതിനെ 2 കൊണ്ട് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അത് ഇവിടെയാണ് ശരിക്കും 7 വരേണ്ടത്. 7 വരുമ്പോൾ നമ്മൾ നോക്കുക 3 2 6 4 2 8. 7 വരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 7ലും കൂടുതൽ വരുന്ന നമ്പർ എത്തുമ്പോൾ നമ്മൾ നിർത്തുക. 8 എത്തുമ്പോൾ 7ലും കൂടുതൽ ഇവിടെ 8 എത്തുമ്പോഴാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ 10 12 14 7ലും കൂടുതലാണ് വരുന്നത്. ഇനി എന്തായാലും കുറയില്ല. അപ്പോൾ 7 വരികയാണെങ്കിൽ ഇവിടെ വരേണ്ടതാണ്, ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് 7ലും കൂടുതൽ വരുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ലൈൻ എടുക്കുക. 3 2 7 3 2s 3 2 6 പിന്നെ ഒരെണ്ണം ബാലൻസ് വരും. അപ്പോൾ ഈ ലൈൻ എടുക്കുക. ടീച്ചർ അന്ന് പറഞ്ഞു ഇതാണ് നമ്മൾ കോഷ്യൻ്റ് ആയിട്ട് എഴുതുക 3. ഇതാണ് ടേബിളിൻ്റെ 2 ഡിവൈസർ. ഇനി ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുള്ള ഈ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. കഴിഞ്ഞ വീഡിയോസിൽ ഇവിടെ എഴുതിയ നമ്പർ തന്നെ ഇവിടെ വന്നിരുന്നു. ഇതിപ്പോൾ ഇതിൽ അങ്ങനെയല്ല, ഇതിൽ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ മൈനസ് ചെയ്യാനായിട്ട് എഴുതുമ്പോൾ ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ടേബിളിൽ കിട്ടിയ നമ്പറാണ് ഇവിടെ മൈനസ് ചെയ്യാനായിട്ട് എഴുതേണ്ടത്. അപ്പോൾ 3 2 6 3 ഇവിടെ എഴുതി, 2 ഇവിടെ ഓൾറെഡി ഉണ്ട്, പിന്നെ ഈ 6 ഇവിടെ എഴുതി. 3 2 6
അടുത്ത സ്റ്റെപ്പ് മൈനസ് ആണ്. ഇതൊന്നും ചെയ്യണ്ട, ഇത് വേറെ ഡിജിറ്റാണ്. 7 നിന്ന് 6 പോയാൽ 1, 7 നിന്ന് 6 പോയാൽ 1. അതാണ് ടീച്ചർ പറഞ്ഞത്. ഈ 7 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 2 2, പിന്നെ ഒരെണ്ണം ബാലൻസ് വരുന്നത്. സോ 1. ഇനി എന്ത് ചെയ്യണം? അടുത്ത ഡിജിറ്റ് ഇറക്കിയിടുക 6. അങ്ങനെ ഇറക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഒരുമിച്ചാണ് വായിക്കേണ്ടത്. 16 എന്ന് ഒരുമിച്ച് വായിക്കണം. കഴിഞ്ഞ വീഡിയോസിൽ ഇവിടെയുള്ള നമ്പർ തന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ 0 വന്നു. ആ 0ക്ക് വില ഉണ്ടായിരുന്നില്ല. അടുത്ത ഡിജിറ്റ് ഇറക്കിയിട്ട് അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. ഇതങ്ങനെയല്ല. ഇത് മൈനസ് ചെയ്യുമ്പോൾ ഒരു വാല്യൂബിൾ ആയിട്ടുള്ളൊരു നമ്പർ, ഈ നമ്പർ വലിയ വിലയുണ്ട്, ആ നമ്പർ കിട്ടി. ഇവിടെ ഇപ്പോൾ 1 ആണ്. ഇനി വരുമ്പോൾ നിങ്ങൾക്ക് 2 3 4 5 7 ഒക്കെ വരാം. അപ്പം ഈ മൈനസ് ചെയ്ത നമ്പർ കഴിഞ്ഞ് അടുത്ത ഡിജിറ്റും കൂടെ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടിട്ട് അത് ഒരുമിച്ച് വായിക്കണം. അപ്പോൾ 16 ആണ് ഇവിടെ. ഈ 16ൽ 2 ഉണ്ടോ എന്ന് നോക്കണം. 16ൽ 2 ഉണ്ടോ നോക്കുക. 16ൽ ഇതാ കറക്റ്റ് 16 കിട്ടിയിട്ടുണ്ട്. 16ൽ 2 ഉണ്ട്. 8 ടൈംസ് ആണ്. 8 2s. അപ്പോൾ 8 ആണ് ഇവിടെ എഴുതേണ്ടത്, 2 ആണ് ഇവിടെ ഉള്ളത്. ഈ സീക്കലിൻ്റെ അപ്പുറത്ത് 16. ഇവിടെ എന്തുണ്ടോ അതാണ് ഇവിടെ മൈനസ് ചെയ്യാനായിട്ട് എഴുതേണ്ടത്. അടുത്തത് മൈനസ് ചെയ്യുക. 6 നിന്ന് 6 പോയാൽ 0, 1 നിന്ന് 1 പോയാൽ 0. കഴിഞ്ഞു. ഒരൊറ്റ ഡിജിറ്റുകൾ ഇനി ഇവിടെ ഇല്ല, ഇറക്കിടാൻ. അപ്പോൾ ഇതാണ് കോഷ്യൻ്റ്. കോഷ്യൻ്റ് 38. റിമൈൻഡർ ഇവിടെ ബാക്കി വന്നത് 0. എല്ലായ്പ്പോഴും 0 അല്ലേ വരിക. അപ്പോൾ ഇവിടെ 1 വന്ന പോലെ ഇവിടെ വേറെ പലതും ഇനിയും ഭാവിയിൽ വരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ റിമൈൻഡർ 0 ആണ്. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഈ നമ്പറിൽ ഈ നമ്പർ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് എത്ര ടൈംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടേബിൾ ഇവിടെ എഴുതണം. ഇവിടെ ഏത് നമ്പറാണോ അതിൻ്റെ ടേബിൾ എഴുതുന്നു. ആ ടേബിളിൽ ഈ നമ്പർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ കൂടുതൽ വരുമ്പോൾ, ആദ്യമായിട്ട് കൂടുതൽ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അതിന് തൊട്ട് മുന്നിലുള്ള ലൈൻ എടുത്ത് ഈ ഇവിടെയുള്ളത് ഇവിടെ എഴുതുന്നു. ഇതാണ് ഓൾറെഡി ഡിവൈസർ. ഈ ആൻസർ എഴുതിയിട്ട് മൈനസ് ചെയ്യുന്നു. ഓക്കെ.